അളിയാ നിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് വലിയ സംഭവമാണെന്ന് തോന്നുന്നല്ലോ. നിനക്ക് അങ്ങനെയാണോ തോന്നിയേ? ഞാൻ എന്താ ആലോചിച്ചെന്നറിയോ? ആരെങ്കിലും കാണുന്നുണ്ടോ, സ്ഥലം കൊള്ളാമോ, മൂത്രമൊഴിച്ച കുഴപ്പമുണ്ടോ എന്നൊക്കെ ആലോചിച്ചു. അതാണ് ആലോചിച്ചത്. പിന്നല്ലാതെ നമ്മൾ എന്താ ആലോചിക്കുന്നതെന്ന് മുന്നിലുള്ളവന് മനസ്സിലാവരുത്. അതാണ് കറുത്ത കണ്ണാടിയുടെ തെറ്റ്. ചക്കരേ അടിപൊളി. പുതിയ ഒരുത്തം വന്ന ഉടനെ എല്ലാം അവനെ ഏൽപ്പിക്കും അല്ലേ? അണ്ണന്റെ ഇഷ്ടം പോലെ ചെയ്യണ്ണ. പിന്നെ 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 ചെയ്യ്. നോയിക്കോ എന്റെ കുണം തെറ്റിയ ആ വേദ എന്റെ കഞ്ഞിന് മണ്ണ് വാരിടാൻ വന്നിരിക്കുകയാണല്ലേ? ഇന്നലെ പെയ്ത മഴയില് ഇന്ന് മുളച്ച ാണവൻ. അറുത്തിട്ടിട്ട് പോവും ഞാൻ. ആ പയ്യനെ സപ്പോർട്ട് ചെയ്യാൻ അണ്ണനുണ്ട്. പിന്നെ നീ എന്തെടുക്കുന്ന? കുറച്ചു കാലത്തേക്ക് ഒന്ന് അടങ്ങിയിരിക്കെ. ഒന്നുമില്ലടാ, നിങ്ങൾ എപ്പോഴും ഇവിടെ കളിക്കാറുള്ളത് പോലെ കളിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ കണ്ണും കാതും ഭയങ്കര ഷാർപ്പായിരിക്കണം. പോലീസ് എങ്ങാനും വന്നാ ഉടനെ ഓടി വന്ന് എന്റെ അടുത്തോ അല്ലെങ്കിൽ ശങ്കരേട്ടനോടോ പറയണം. ഈ പോലീസ് വരുന്നത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? ജീപ്പിന്റെ ശബ്ദം. ജീപ്പിന്റെ വലിയ ഷൂസ് ഇട്ടിരിക്കും, കയ്യിലാത്തി ഉണ്ടാവും. പിന്നെ എല്ലാ നേരത്തും യൂണിഫോമിൽ വരണമെന്നില്ല. അല്ലാതെ വന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? മുടി നല്ല പറ്റ വെട്ടിയിരിക്കും. മുടി പറ്റ വെട്ടിയിട്ടുണ്ടാവും, മീശ പിരിച്ചു വെച്ചിരിക്കും, നല്ല മെഴുമെഴാന്ന് ഷേവ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? നിന്റെ പേരെന്താ? ബുജി. അതുപോലെ കയ്യില് സാധനം ഉള്ളപ്പോ പിടിച്ചെന്നിരിക്കട്ടെ. അപ്പൊ എന്ത് പറയും? രവിയേട്ടെ വിളിച്ചുകൊണ്ട് വന്നതാ. വിളിച്ചാ നിനക്ക് ബുദ്ധിയില്ലേ? വാ ചന്ദ്രി, നീ വാ. നില്ല്. നീ അവനെവിടെ കൊണ്ടുപോവാ? ഇതേ എന്റെ അനിയനാടാ. നിന്റെ അനിയനായിരുന്നു ഇവൻ. അപ്പൊ കറണ്ട് സ്ഥലത്തല്ലേ വന്നിരിക്കുന്നത്. ഇപ്പോഴേ തുടങ്ങിയാലല്ലേ ഭാവിയിൽ ചേട്ടനെ കടത്തി വെട്ടാൻ പറ്റൂ. വെറുതെ എന്നോട് കളിക്കാൻ വന്നോണ്ടല്ലോ. വെറുതെ സീൻ ഉണ്ടാക്കല്ലേ. ഞാൻ വിളിച്ചോന്നല്ലോ, അവൻ തനിയെ വന്നതാ. ഈ പെണ്ണെ അവനെ കൊണ്ടുവന്നു ചോദിച്ചു നോക്ക്. ആര് വന്നാലും നീ എടുക്കൂടാ. എന്നാ എന്നെ എടുക്ക്. എന്ത് ശമ്പളം തരും? അയ്യടാ, ഇക്കണക്കിന് നീ ഷെയർ ചോദിക്കുമല്ലോ. എന്നാ തടാ. വെറുതെ എന്നോട് ഉടക്കാൻ നിൽക്കല്ലേ കേട്ടാ. നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നീ ശങ്കരനോട് ചോദിക്കും. അങ്ങേരാ പറഞ്ഞത് പിള്ളേരാകുമ്പോ ഉഷാറായിട്ട് ജോലി ചെയ്യുമെന്ന്. വെറുതെ എന്നോട് ചാടാൻ പറഞ്ഞു. കുട്ടികൾ പോലീസിന്റെ പിടിയിലായ പ്രശ്നമാവില്ലെന്ന് താനല്ലേ പറഞ്ഞത്? എന്താടി നീ ആരെയാടി താനെന്നൊക്കെ പറയുന്നത്? ഒച്ച തന്നാലുണ്ടല്ലോ. നിന്റെ തരപ്പടിയോട് കളിക്കടാ. ഇത്തിരി ഇല്ലാത്ത പിള്ളേരോട് നിന്റെ അണ്ണന്റെ സപ്പോർട്ട് ഉള്ളോണ്ട് വലിയ പുലിയാണെന്ന് കരുതിയോ? ഇവിടെ ശങ്കരേട്ടൻ കഴിഞ്ഞാൽ ഞാൻ തന്നെയാടാ. വീടിനകത്തിട്ട് കത്തിച്ചു കളയും. അയ്യോ അങ്ങനെ ഒന്നും ചെയ്യല്ലേ. പേടിച്ചു പോയി ഞാൻ. വരട്ടെ. ഒരുപാടങ്ങ് ഞെളിയല്ലേ. നിന്നെ എടുത്തോളാം കേട്ടാ. ഇനി എങ്ങനെ നിന്നെ അവന്റെ കൂടെ കണ്ട കരയാതെ കരയാതടാ. ഇത് പിടിക്ക. പിടിക്കാനല്ലേ പറഞ്ഞത്? ഷൂട്ട് ചെയ്യ. ഷൂട്ട് ചെയ്യാൻ. എന്താണ് നീ എന്നെ രക്ഷിക്കാത്തത്? ശരി വാ, ശരി വാ. ടിഷ്യൂ